ഇന്നത്തെ വചനചിന്ത: അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. താങ്കൾ കടന്നുപോകുന്ന അവസ്ഥയ്ക്ക് മാറ്റം നൽകുവാൻ ദൈവത്തിനൊരു നിമിഷം മതി. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും തീരുവാൻ പോകുന്നു. താങ്കൾ വിശ്വസിച്ചാൽ തീർച്ചയായും അത്ഭുതം സംഭവിക്കും. ദൈവമറിയാതെ താങ്കളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ശത്രു അപഹരിച്ചത്, തട്ടിയെടുത്തത് ദൈവം ഇരട്ടിയായി മടക്കി നൽകും. 48 സങ്കീർത്തന പുസ്തകം 14 തിരുവചന പ്രകാരം വായിക്കുന്നു: ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. താങ്കൾ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങളും രോഗങ്ങളും താങ്കളെ തകർക്കുവാനല്ല, അത് അനുഗ്രഹത്തിനായിട്ടാകുന്നു. യേശു കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനത്തിന് പ്രകാരം വായിക്കുന്നു: പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഒരു നാളിലും നമ്മുടെ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല. താങ്കളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും യേശു അഴിച്ചു കളഞ്ഞ് താങ്കളെ പിൻനിരയിൽ നിന്നും മുൻനിരയിലെത്തിക്കുവാൻ പോകുന്നു. വിശ്വസിക്കുക. താങ്കളുടെ ശൂന്യതകളെ ദൈവം നിറയ്ക്കും. താങ്കളുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും. ദൈവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം പൂർത്തീകരിക്കും. താങ്കൾക്ക് ഒരു നല്ല കാലം വരും. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ താങ്കളൊഴുക്കിയ കണ്ണുനീർ ദൈവം മറന്നിട്ടില്ല. ക്ഷമയോടെ കാത്തിരിക്കുക. ശത്രു എത്ര തടസ്സം സൃഷ്ടിച്ചാലും താങ്കൾക്ക് ലഭിക്കേണ്ട നന്മകൾ തക്ക സമയം ദൈവം കൊണ്ടു നൽകും. ആകുലരാകാതെ കർത്താവിൻ്റെ മുമ്പിൽ താഴ്മയായി ഇരുന്നാൽ മതി. ദൈവത്തിന് നന്ദി പറയണം. കണ്ണുനീർ തുടച്ചതിന്, ഒറ്റയ്ക്ക് കരഞ്ഞപ്പോൾ സമാധാനം നൽകിയതിന്, നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ചതിന്, ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതിന്. തകർന്നുപോയ എല്ലാ അവസ്ഥകളെയും ദൈവം കാണുന്നുണ്ട്. താങ്കൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലകളിൽ യേശു താങ്കൾക്കായി കരുതും. താങ്കൾക്കൊരു ഉയർച്ചയുണ്ട്. വിളിച്ചു പറയണം: എൻ്റെ കർത്താവിൻ്റെ കരമാണ് എന്നെ നടത്തിയത്. എൻ്റെ കർത്താവിൻ്റെ കരമാണ് എന്നെ താങ്ങിയത്. കർത്താവിൻ്റെ കരമാണ് എന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും താങ്ങിയത്. ദൈവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം പൂർത്തീകരിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഒരു വലിയ ദൈവപ്രവൃത്തി താങ്കളിൽ വെളിപ്പെടുവാൻ പോകുന്നു. തന്നെ ആശ്രയിക്കുന്നവരെ ദൈവം തീച്ചൂളയിൽ 4-മനായി ഇറങ്ങി വന്ന് വിടുവിച്ചുവെങ്കിൽ, ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് ദൈവം സിംഹത്തിൻ്റെ വായടച്ച് രക്ഷിച്ചുവെങ്കിൽ, ഭക്തനായ ദാനിയേലിനെയും എബ്രായ ബാലന്മാരെയും പ്രതികൂലത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ, താങ്കളുടെ മുമ്പിലെ പ്രതിസന്ധികൾ മാറും, പ്രതികൂലങ്ങൾ മാറും. സകല പ്രതികൂലങ്ങളെ മാറ്റിത്തരുവാൻ ദൈവം ശക്തനാണ്. ദൈവം താങ്കൾക്ക് വേണ്ടി അടയപ്പെട്ട എല്ലാ വാതിലുകളും തുറക്കും. പരിഹസിച്ചവരുടെയും കുറ്റപ്പെടുത്തിയവരുടെയും നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചവരുടെ മുമ്പിലും കർത്താവ് താങ്കളെ ഒരത്ഭുത വിഷയമാക്കി മാറ്റും. ആകയാൽ ദൈവകരങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ച് ദൈവകരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ചലിക്കുക. താങ്കളുടെ അവസ്ഥയ്ക്ക് മാറ്റം നൽകുവാൻ ഈ ലോകത്ത് കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. താങ്കളുടെ ഇന്നലകളെക്കുറിച്ച് താങ്കൾക്കറിയാം. ഇന്നു വരെയുള്ള കാര്യങ്ങൾ താങ്കൾക്കറിയാം. എന്നാൽ നാളുകൾ എങ്ങനെ ആയിരിക്കണമെന്നും എപ്രകാരമായിരിക്കണമെന്നും അറിയുന്ന യേശുവുണ്ട്. യേശുവിൻ്റെ മാർവിടത്തിൽ പൂർണ്ണമായി ഏൽപ്പിച്ച് തലചായ്ച്ച് യോഹന്നാൻ പത്മോസിൽ വെളിപ്പാട് കണ്ടതുപോലെ ചില വെളിപ്പാടുകൾ വചനം ശ്രവിക്കുന്ന താങ്കൾ കാണുവാൻ, കിടക്കയിൽ സ്വർഗീയ ദർശനങ്ങൾ കാണുവാൻ, പൂർണ്ണ ഹൃദയത്തോടുകൂടെ വിശ്വാസത്തോടെ മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.